അപ്പൊ നമ്മള് ന്യൂസിലാൻഡിലെ വെസ്റ്റ് കോസ്റ്റിലുള്ള പോപ്പുലേഷനിലുള്ള ഒരു സിനിക് റിസർവ് ഏരിയയിലാണ് ഉള്ളത്. അപ്പൊ ഇവിടെ ഞങ്ങള് സാധാരണ എപ്പോഴും പോകുന്നത് എന്താണ് ഒട്ടാഗോ സൗത്ത് ലാൻഡ് റീജിയനിലുള്ള ആ ഒരു നാച്ചുറൽ ബ്യൂട്ടിയിലേക്കാണ്. അതിനെ വെച്ച് നോക്കാൻ നേരത്ത് ഇത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടുത്തെ നേറ്റീവ് ട്രീസ് ആണ് ഇവിടെ കൂടുതൽ. ഇപ്പൊ നമ്മള് ക്വീൻസ് വനാക്കയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇവിടുത്തെ നേറ്റീവ് ട്രീസ് തീരെ കുറവാണെന്ന് തന്നെ പറയാം. കാരണം അതിൽ കൂടുതലുള്ളത് ഈ യൂറോപ്പിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള മരങ്ങളാണ്. അപ്പോൾ അത് വേറൊരു വൈബാണ്. അത് ഓഫ് കോഴ്സ് അത് എന്താ പറയുക, നമുക്ക് ഓരോ സീസൺ അനുസരിച്ച് കളറൊക്കെ മാറുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വൈബ് തന്നെയാണ്. പക്ഷെ അത് വെച്ച് നോക്കാൻ നേരത്ത് ഇത് വേറൊരു വൈബ് തന്നെയാണ്. ഇത് നമ്മുടെ നിങ്ങൾക്കിപ്പോൾ ഇത് നമുക്ക് നേരിട്ട് കാണുന്ന ആ ഒരു ഫീല് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ വീഡിയോയിൽ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണത്. ഇവിടുത്തെ നേറ്റീവ് ട്രീസ് നല്ല ഗ്രീനറി ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മരത്തിലൊക്കെ ഫുള്ള് പായലും പൂപ്പിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നേരിട്ട് കാണാനായിട്ട്. നമുക്ക് ഈ ന്യൂസിലാൻഡിൻ്റെ മെയിൻ നാഷണൽ ബേർഡാണല്ലോ ഇവിടുത്തെ കിവി ബേർഡ്. അതിൻ്റെ ഒരു ആവാസ മേഖലയോടെയാണ് ഈ ഫോറസ്റ്റ്. നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു അനക്കം കേട്ട് കഴിഞ്ഞാൽ അത് സാധാരണ എസ്കേപ്പ് ആവുകയുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഭാഗ്യം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞതിനെ ക്യാപ്ചർ ചെയ്തിട്ട്, ഐ മീൻ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്തിട്ട് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഫ്രെയിമൊക്കെ ഉണ്ടോ? നല്ല സൂപ്പർ സ്ഥലമല്ല ഇത്, ഒരു രക്ഷയിലാണ്. ഇത് ഇവിടുത്തെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഈ കാറ്റ്ലൈൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്ഥിരം കാണുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് തന്നെ കേട്ടോ. ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കുട പോലെ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന ഒരു പ്ലാന്റ് തന്നെ. ഇത് ഇവിടുത്തെ നേറ്റീവ് പ്ലാന്റ്സ് ആണ് ഇവിടുത്തെ. ഹലോ, ഇവിടുത്തെ ഏറ്റവും വലിയ, നമുക്ക് നാട്ടിൽ നിന്ന് വരാൻ നേരത്തെ ഏറ്റവും കൂടുതൽ ഡിഫറൻസ് തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മളെ കാണുന്നവരെല്ലാരും ഹലോ, ഒരു ഹലോ പറയാണ്ട് പോവില്ല. ഇവിടെ ഒരു റിപ്പോർട്ടുണ്ട് കേട്ടോ. അവരെ പോയത് ഇത് വേറെ. ഇത് അരമണിക്കൂറൊക്കെ വാക്കണ്ടോ, ഹാക്കണ്ടോ? നമുക്കത് മുതലാവില്ല. നമുക്ക് ടൈം റെസ്ട്രിക്ഷൻ കാരണം നമ്മൾ തിരിച്ചടക്കണം. അപ്പോൾ നമ്മൾ അവരുടെ പുറകെ തന്നെ പോകാം. പക്ഷേ ഈ വെള്ളം ഇവിടെ സാധാരണ വെള്ളം നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. ഇതെന്താ എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വല്ല വോൾക്കാനിക് ആക്ടിവിറ്റി ഒക്കെ ആയിട്ട് ലിങ്ക് ആയിട്ടുള്ള വല്ല വെള്ളമൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ കലങ്ങി കിടക്കാറില്ല. വെള്ളം നമ്മുടെ നാട്ടിലെ തോട്ടിലേക്ക് കാണുന്ന പോലത്തെ വെള്ളം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇത്രയും കലങ്ങിയൊരു വെള്ളം കാണുന്നത്. ട്രോട്ട് ഫിഷ് ട്രോട്ട് ഫിഷ് ഉണ്ടെന്നാണ്. ട്രോട്ട് ഫിഷ് നാട്ടിലൊന്നും ഇല്ലാത്തൊരു സാധനമാണ്. ഇവിടെ അത് ചൂണ്ടയിടണമെങ്കിൽ ലൈസൻസ് വേണം. ഈ ട്രോട്ട് ഫിഷിനെ പിടിക്കണമെങ്കിൽ ലൈസൻസ് വേണം. ഒരു ദിവസം പിടിക്കാവുന്ന ട്രോട്ട് ഫിഷിന് കണക്കുണ്ട്. അതിൽ കൂടുതലൊക്കെ പിടിച്ചാൽ ഭയങ്കര ഫൈനാണ്. ചൂണ്ടിടണമെങ്കിൽ ലൈസൻസ് വേണം. അത് നാടുമായിട്ടുള്ളൊരു വലിയ വ്യത്യാസമാണ്. കടലിൽ ചൂണ്ടിടാനായിട്ട് ഒരു ലൈസൻസ് ആവശ്യമില്ല. എവിടെ വേണമെങ്കിലും നമുക്ക് എത്ര വേണമെങ്കിലും മീനെ പിടിക്കാം. സാൽമണ്ണ് ഒഴിച്ചിട്ടാ, സാൽമണ്ണിന് എന്തോ കണക്കുണ്ട്. പിന്നെ ബാക്കി ലോക്കൽ വാട്ടർ ബോഡീസിൽ എവിടെ ചൂണ്ടിടണമെങ്കിലും നമുക്ക് ലൈസൻസ് ഇല്ലാണ്ട് പറ്റില്ല. പിടിച്ചു കഴിഞ്ഞാൽ ക്രിമിനൽ കേസിലേക്കൊക്കെ പോകുന്നതാണ് എൻ്റെ ഒരു അറിവ്. അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ വല്ല പോകുമ്പോൾ അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അത്യാവശ്യം വെയിലായി തുടങ്ങിയല്ലേ? വെയിലൊന്നും ഇപ്പൊ വേർക്കാൻ തുടങ്ങിട്ടോ. ജാക്കറ്റ് നമുക്ക് മൂവ് ചെയ്തല്ല. ഇതിനിപ്പോ മൊത്തം ഇതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ കാഴ്ചകൾ. നമുക്കിനി നമ്മുടെ മെയിൻ വ്യൂ പോയിന്റ് ചെന്നിട്ടുള്ള കാഴ്ച എന്താണെന്ന് വെച്ചാൽ നോക്കാം. അപ്പൊ നമ്മള് ആദ്യം പറഞ്ഞ മിററിലേക്ക് എത്താറായിട്ടോ. മിററിലേക്ക് ഇവിടെ അത് റൈറ്റ് സൈഡിൽ കാണുന്നതാണ്. പക്ഷെ എനിക്ക് മിൽഫോർഡിലൊക്കെ പോയപ്പോ കണ്ട ആ ഒരു മിററിലേക്കിന്റെ ഒരു ഫീലൊന്നും എനിക്ക് ഇവിടെ തോന്നുന്നില്ല. അത് നല്ല സൂപ്പർ മിൽഫോർഡിലേക്ക് കണ്ട മിററിലേക്ക് എന്ന് പറഞ്ഞാൽ പക്ക മിററായിട്ട് തന്നെ ഇങ്ങനെ വെള്ളമാണെങ്കിലും ഭയങ്കര ക്ലിയർ എന്ന് പറഞ്ഞാല് ആ എന്ത് വാട്ടർ, സ്പ്രിംഗ് വാട്ടർ അല്ലേ, മറ്റേ ഗ്ലേസറൊക്കെ ഉരുക്കി തന്നെ ആ പക്ക സ്പ്രിംഗ് വാട്ടർ ആയിരുന്നു അവിടുത്തെ. അതുകൊണ്ട് ഭയങ്കര താഴെ കിടക്കുന്ന കല്ലുകൾ വരെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന കണ്ടീഷൻ ആയിരുന്നു. ഇവിടെ നമുക്ക് അത്രയും ക്ലാരിറ്റി ഇല്ല. മാത്രല്ല റിഫ്ലക്ഷൻ അത്യാവശ്യം നല്ലതാണ്. എനിക്ക് തോന്നുന്നു കാറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് അതിന്റെ ഒരു റിഫ്ലക്ഷൻ കിട്ടുന്നുണ്ടെന്നാണല്ലേ കാറ്റ്. അതെ, അപ്പുറത്തെ ആ മരങ്ങളുടെയൊക്കെ ഒരു റിഫ്ലക്ഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ
എന്നാ പോലും അവിടെ കണ്ട ആ ഒരു റിഫ്ലക്ഷൻ ഇവിടെ എനിക്ക് കാണാൻ പറ്റാനില്ല കേട്ടോ. ഓക്കെ, ഇനി അപ്പുറത്തേക്ക് എന്താ ഉള്ളത്? അടുത്ത സ്ഥലം എന്തായിരുന്നു? എന്തോ സ്ഥലം പോവാ. ലൊക്കേഷൻ കൊള്ളാം കേട്ടോ. അതെ, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇത് ഞാൻ ആദ്യമായിട്ടാ മേക്ലാൻഡ്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എല്ലാം നോക്കി ഒരു വെറൈറ്റി സാധനമല്ലേ ഇത്. അതെ, ഞാൻ വേറെ കണ്ടിട്ടില്ല അത്. കാറ്റലിൻസിൽ അവിടെയൊക്കെ പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു. തണുപ്പുണ്ടല്ലോ അത്യാവശ്യം. തണുപ്പുണ്ട്. വായിന്നൊക്കെ പുകരാൻ നോക്കി. പക്ഷേ ഇവിടെ തണുപ്പ് ഫീൽ ചെയ്യില്ല. നമ്മുടെ ഇന്നർ കാർഗിലൊക്കെ ആണെങ്കിൽ തണുപ്പ് നല്ലോണം ഫീൽ ചെയ്യും. ഫ്രെയിം നോക്കിയേ, അടിപൊളിയല്ലേ. ഇവിടെ ഞാൻ ന്യൂസിലാൻഡിലേക്ക് വരണതിന് മുമ്പ് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് ഓക്ലാൻഡിലുള്ള ആദർശ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ഇവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതാന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ജോലി കിട്ടാൻ എളുപ്പം അങ്ങനെ എങ്ങനെയൊക്കെ നോക്കിയിട്ട് ഒന്നെങ്കിൽ ഓക്ലാൻഡ് അല്ലെങ്കിൽ ക്രൈസ്റ്റ് ചർച്ച് ഒക്കെ ആയിരിക്കും നമ്മുടെ പ്രിഫറൻസിലേക്ക് വരണം. പക്ഷെ അവൻ്റെ അടുത്ത് അന്ന് തന്നെ പറഞ്ഞായിരുന്നു, നീ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ പോയി അതൊക്കെ അടിപൊളിയാണ്, ബിസിനസ്സിന് നല്ലതാണ്. പക്ഷെ ഇവിടുത്തെ ഇങ്ങനത്തെ വെസ്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഒട്ടാഗോ ഇതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ ഒന്ന് സെറ്റിലായി പോകണമെന്ന് തോന്നിപ്പോവും. അതുപോലത്തെ നാച്ചുറൽ ബ്യൂട്ടി ഉള്ളൊരു സ്ഥലമാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. പക്ഷെ അത് കറക്റ്റാട്ടോ. കാരണം സംഭവം ശരിയാണ്, മറ്റേതൊക്കെ ഒരു സിറ്റി ലൈഫൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു കാമൻഗേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സൗത്ത് ഐലൻഡ്. പൊതുവേ നോർത്തിലുള്ളവരുടെ ഒരു വിചാരം എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ എപ്പോഴും ഐസും കൂടി കിടക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് സൗത്ത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇത്തിരി തണുപ്പ് കൂടുതൽ ഫീൽ ചെയ്യുന്നല്ലാണ്ട് ഇവിടെ ഇങ്ങനെ സ്നോഫോൾ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. മലയുടെ മുകളിലൊക്കെ സ്നോ ഉണ്ടാവും, അല്ലാതെ താഴത്തേക്കൊക്കെ തീരെ കുറവാണ്. അത് ഈ ഒരു 2-3 മാസത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇത് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നടന്നിട്ടുണ്ട്. വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും സെറ്റപ്പുകളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഒരു എൻട്രി ഫീയോ ഇല്ല, ഒരു സംഭവമില്ല അല്ല. അത് കറക്റ്റല്ലേ പറഞ്ഞത്? നാട്ടിൽ ഇങ്ങനത്തെ ഒരു വാക്കുവയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊരു ഫീ ആയിരിക്കും മേടിക്കണം. അതുള്ളൊരു സംഭവം തന്നെ ഉണ്ടോ. നമുക്കിവിടെ ഇത്രയും ഫ്ലാറ്റായിട്ട് 30% ടാക്സും കാര്യങ്ങളൊക്കെ മിനിമം വരുന്നുണ്ടെന്ന് നമ്മൾ പൊതുവെ വരുന്ന ആൾക്കാർക്ക് ഒരു വിഷമമുണ്ട്. നാട്ടിൽ ഇത്രയും ടാക്സില്ല, ഇവിടെ ഒരുപാട് ടാക്സ് ഉണ്ടെന്നൊക്കെ. നമ്മൾ ആദ്യം കണ്ട സ്ഥലത്തെ റിഫ്ലക്ഷൻ അല്ലായിരുന്നു യഥാർത്ഥ റിഫ്ലക്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ പെർഫെക്റ്റ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള സ്പോട്ട് എന്ന് പറഞ്ഞു. നമുക്ക് ഇവിടെ നിന്നും പോകാം. അത് നോക്കിയേ, അവിടെ അങ്ങോട്ട് സൂം ചെയ്ത് നോക്കിയേ, എന്തോരം താറാവ് നോക്കിയേ. എന്നാലും കിട്ടാനുള്ള താറാവ്. ഈ താറാവിന്റെ കാര്യം ഉണ്ടോ എടുത്തു പറയേണ്ടത്? ഒരു വല്ലാത്ത എനർജി ഉള്ള ഒരു താറാവ്. ഇത് പറന്നു. നാട്ടിലെ താറാവ് വെള്ളത്തിൽ കിടക്കൊന്നുമില്ല. ഇതാ കിടക്കണ പോണണ്ട സൂം ചെയ്ത് പറക്കുന്നതാണ്. നമ്മള് പഴയ TV ഗെയിമിൽ ഡക്ക് ഹണ്ട് കളിക്കുമ്പോ കണ്ടേക്കണ താറാവ് സാധനമാണിത്. പറന്നു നടക്കണ താറാവ്. ഇതിനിവിടെ ഹണ്ടിങ് ഒക്കെ അലൗഡ് ഉണ്ട്. പിന്നെ പക്ഷെ അതിനെന്തോ ഒരു സീസൺ ഉണ്ട്. ബേർഡ് ഹണ്ടിങ് ഗെയിംസ് ഒക്കെ ആയിട്ട് നടത്താറുണ്ട്. അപ്പൊ ആ ടൈമിലൊക്കെ അലൗഡ്. ബ്രോസ്, അപ്പൊ ഞങ്ങള് വേറൊരു ലൊക്കേഷനിലേക്ക് എത്തിയേക്കണ്ടോ. ഇവിടെ ഇങ്ങോട്ട് വരുന്ന റൂട്ടും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഉള്ള കാര്യം പറയാറില്ല. ഞാൻ ഡ്രൈവ് ചെയ്യായിരുന്നു. പിന്നെ ഒരു ഇഡിയോട്ട് ലൊക്കേഷൻ ആണ്. അതാ നോക്കിയേ, ഫ്രണ്ട് ക്യാമറ ഇട്ട് കഴിഞ്ഞാൽ അത്ര വലിയ ക്ലാരിറ്റി ഉണ്ടല്ലോ. ഞാൻ ഒന്ന് റിവേഴ്സ്. എങ്ങനെയുണ്ട്
ഫുൾ HD 4K വീഡിയോ എടുത്തു കഴിഞ്ഞാലേ ഒരു സുഖം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണിച്ചില്ലെങ്കിൽ എന്താ സുഖം. ഒച്ചന്മാരെ എങ്ങനെയുണ്ട്? പോളി സ്ഥലമല്ലേ, പോളി വൈബാണിടാ. നോക്കിയാ രണ്ട് സൈഡിലേക്കും ന്യൂസിലാൻഡിന്റെ വെള്ളത്തിന്റെ കളർ നമുക്കിന്ന് കിട്ടൂല കേട്ടോ. ഇന്ന് വെയിലില്ല. ന്യൂസിലാൻഡിലെ വെള്ളത്തിന് ഒരു പ്രത്യേക കളറാണ് എവിടെ നോക്കിയാലും നമുക്ക്. അപ്പൊ ഇന്നിപ്പോ വെയിലില്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ഫുൾ കളർ കിട്ടിയിട്ടില്ല ശരിക്കും. നമ്മളൊരു നല്ല ഹാങ്ങിങ് ബ്രിഡ്ജിലാണുള്ളത്. നല്ല അത്യാവശ്യം നല്ല ആട്ടമുള്ളൊരു ഇടിവെട്ട് ബ്രിഡ്ജ്. അവിടെ നാട്ടിലേക്കുള്ള ക്വാറിയൊക്കെ പോലെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പുറം ഇപ്പുറം നല്ല വ്യൂ, സൂപ്പർ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം, അടിപൊളി സ്ഥലം. അതെ അവിടെ ഉണ്ട് അതിന്റെ പേര്. ഹൊക്കിത്തിക്ക ഗോർജ് സസ്പെൻഷൻ ബ്രിഡ്ജ് അല്ലേ. അപ്പൊ നമ്മള് നേരത്തെ കണ്ട റിവറിന്റെ തന്നെ സൈഡിൽ കൂടെ ഉള്ള ഒരു വഴിയാട്ടെ കാണാൻ. നല്ല അടിപൊളിയായിട്ട് വുഡൻ ഫെൻസിങ് കൊടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇവിടെ നിന്നാലും നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് ആ റിവറിന്. പിന്നെ ന്യൂസിലാൻഡ് നമ്മൾ എന്താ ഒരു പ്രത്യേകിച്ച് തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, എവിടെ കൂടെ നമ്മൾ ഏത് സ്പോട്ടിൽ ചെന്നാലും നേച്ചറിനോട് ചേർന്നിട്ടുള്ള നല്ലൊരു വാക്ക് നമുക്ക് കിട്ടും. ഇതിപ്പോ നമ്മള് വണ്ടി നിർത്തിയെടുത്തുനിന്ന് എനിക്ക് തോന്നുന്ന ഒരു 1.5 കിലോമീറ്റർ ഉണ്ടല്ലേ ഇങ്ങോട്ട്. 1.5 കിലോമീറ്റർ വൺ സൈഡ് നടന്നിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അത് ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ കാരണം നമുക്ക് നമ്മളോട്ട് എക്സോസ്റ്റഡ് ആവില്ല. എന്നാല് വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഈ ഗ്രീനറിയും നല്ല ഫ്രഷ് എയർ ഒക്കെ കിട്ടിയിട്ട് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ട്രാവലും കൂടെയാണ്. അതാ അവിടെ നോക്കി ഇങ്ങോട്ടാ വെള്ളം നല്ല ഒഴുക്കുണ്ട് കേട്ടോ. നല്ല ആഴമുണ്ടെന്നുള്ളു. ഈ പാറമടയിലൊക്കെ വെള്ളം കിട്ടുപോലെ ഉണ്ട്. അതെ അതെ, നല്ല ആഴുണ്ട്. ഇതൊക്കെ ഇവിടത്തെ നേറ്റീവ് പ്ലാന്റ്സ് ആട്ടോ. എന്തതിന്റെ പേരൊന്നും അറിയില്ല. റേറായിട്ട് ഇത് ഞാൻ അങ്ങനെ കാറ്റ്ലിൻസിലൊന്നും അങ്ങനെ അധികം ഞാൻ കണ്ടിട്ടില്ല. ഈ സാധനം ഇവിടെ ഒരുപാട് കാണുന്നുണ്ട് മരത്തിലൊക്കെ പിടിച്ചിട്ട്. ഈ സാധനമൊക്കെ കാറ്റ്ലിൻസിൽ ഒരുപാടുണ്ട്. ഈ സാധനം നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും അവിടെ ആ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ. നമ്മള് ഇവിടെ വന്നപ്പോഴേക്കും ഒരുപാട് ഇവിടെ ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് 4 മണിയൊക്കെ ആകുമ്പോ തന്നെ ഈ ഒരു അവസ്ഥയാവും. ഒരു 4:30യോടുകൂടി മൊത്തം ഇരുട്ടുമാവും. നമുക്ക് പെട്ടെന്ന് ഈ പരിപാടി തീർത്തിട്ട് പോകണം. ഓക്കെ, നമുക്കെന്നാ വേഗം പരിപാടി അടുത്ത ലൊക്കേഷനിലേക്ക് നടക്കാം. അല്ലെങ്കിൽ അത് നമുക്ക് ലൊക്കേഷൻ അടുത്ത പാലം എവിടെ തിരിഞ്ഞാലും പാലത്തോട് പാലം മാത്രമല്ല നല്ല അടിപൊളി വുഡ് വർക്കാണ്. എന്താ നോക്കിയത് നല്ല ഫിനിഷിങ്ങിലല്ലേ ചെയ്തേക്കണേ. ഒരു ചുമ്മാ ഒരു തട്ടിക്കൂട്ട് പണിയൊന്നും ഒരിടത്തുണ്ടാവില്ല. നല്ല ചെയ്യുന്ന പണിയൊക്കെ നല്ല പെർഫെക്ഷനോടെയാണ് ചെയ്തേക്കണത്. എങ്ങനെയുണ്ട്? നല്ല വ്യൂ പോയിന്റ് ആണുള്ളത്. അടിപൊളി. എടാ നോക്കട്ടെ, ഇങ്ങോട്ട് തിരിഞ്ഞോ. ഇതാണ് ഗോഡ്സൺ, നമ്മുടെ ഇത്രയും നേരം നമ്മുടെ ക്യാമറമാനായിട്ട് കൂടെ നിന്ന ചെങ്ക്. എറണാകുളത്ത് തന്നെ ഉള്ളതാണ്. നമ്മുടെ ഇപ്പൊ എറണാകുളത്ത് തന്നെ ഉള്ളതാണ്. ഞങ്ങളും ഏതാണ്ട് ഒരേ സമയത്തൊക്കെ തന്നെയല്ലേ ന്യൂസിലാൻഡിൽ. ഒരു മാസത്തെ വ്യത്യാസം. അതെ അതെ. ഇതാ നമ്മള് കുറച്ചും അപ്പുറത്ത് നിന്ന് കണ്ടത് ഈ ഒരു വ്യൂ തന്നെയാണ്. നടക്കാല്ലേ അപ്പുറത്തേക്ക്. കണ്ടോ ഇപ്പൊ എന്തോരം വുഡ് വർക്കാന്ന് നോക്കി. ഇത് നമ്മൾ നേരത്തെ കണ്ട പാലമല്ല കേട്ടോ. അത് ഇത്തിരി അപ്പുറത്താ. അതിന്റെ അടുത്ത് തന്നെ അടുത്തൊരു പാലം ഇങ്ങനെ വിടുന്നേക്കാണ്. നമുക്ക് ഇങ്ങനെ ഇരുന്ന് കണ്ട. അതെ അതെ, അത് ചെയ്തേക്കണത് നല്ല എന്താ പറയുന്നത് ഭംഗിയിലാ ചെയ്തേക്കണത്. അതെ അതെ. എന്താ ഇവിടെ നിന്ന് തിരിഞ്ഞ് അങ്ങോട്ടൊരു ഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. എന്താ കണ്ട, നേരത്തെ നമ്മൾ നേരത്തെ ഇറങ്ങിയ കാടുപോലെ തന്നെ ഇവിടെയും കിവി ബേർഡിന്റെ പ്രസൻസ് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു കാണാൻ പറ്റിയിട്ടില്ല. അതിന്റെ ഒരു പ്രത്യേകത നമ്മുടെ എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മൊത്തത്തില് സൈലന്റ് ആയിട്ട് മാറിക്കളയും. അപ്പൊ അതുകൊണ്ട് തന്നെ കാണാൻ ചാൻസ് തീരെ കുറവാണ്. നിങ്ങൾ വരുന്ന വഴിക്ക് കണ്ടല്ലേ? അങ്ങനെ ലക്ക് ബൈ ചാൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റിയല്ലോ. അടുത്ത പാലത്തോട് നമുക്ക് ഈ വീഡിയോന്റെ നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ടൊന്നും പണിയണ്ടേ. അതാണ് ഭംഗിയിൽ പണിതേക്കണം. നമുക്ക് ഈ വീഡിയോന്റെ തമ്മിൽ തന്നെ പാലത്തോട് പാലം നോക്കാം.